സാർ നമുക്കറിയാം ഏറ്റവും വലിയ അല്ലെങ്കിൽ കേരളമല്ല ഒരു ഇന്ത്യൻ സമൂഹം തന്നെ ഉറ്റുനോക്കിയ ഒരു വലിയ കൊലപാതകമാണ് റിയാസ് മൗലവിയുടേത്. സ്വാഭാവികമായിട്ട് ഒരു മതേതരത്വ ചിന്താഗതിയിലുള്ള എല്ലാവർക്കും വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം. ആ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം എന്താ? അത് ഇന്ത്യയിൽ ശക്തിപ്പെട്ടു വരുന്ന വർഗീയതയുടെ ഒരു വർഗീയത കാരണം ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ വർഗീയത വളരാതിരിക്കാനുള്ള ശ്രമങ്ങൾ മതേതര പാർട്ടികളും മതേതര സംഘങ്ങളും ഈവൻ മതസംഘങ്ങളും മതസംഘടനകളും ശ്രമിക്കണം. പക്ഷേ ഇന്ത്യയിൽ ഇന്നത്തെ സ്ഥിതി എല്ലാ മതസംഘടനകളിലെയും ഏകദേശം 100% ആത്മീയത നഷ്ടപ്പെട്ട മതസംഘടനകളാണ്. ആത്മീയ പ്രവർത്തനമേ അവർക്കില്ല. അവർക്ക് പ്രധാന പ്രവർത്തനം പൈസ ഉണ്ടാക്കുകയും വാണിജ്യ പ്രവർത്തനമാണ് എല്ലാ മതസംഘടനകളും. ആ സ്ഥിതിയാണ്. ആത്മീയത നഷ്ടപ്പെട്ട മതസംഘടനകളാണ് രാഷ്ട്രീയക്കാരുടെ പിന്നെ പോകുന്നത്. ആ മതസംഘടനകൾ ഇവനെ വീക്കായെന്നുകൊണ്ടാണ് മതത്തിൻ്റെ മൂല ആദർശങ്ങളിൽ നിന്ന് ആളുകൾ ദൂരെ പോവുകയും ഈ അതായത് ഈ വർഗീയവാദികൾക്ക് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുകയും ആ വർഗീയവാദത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഇത് ഇസ്ലാമിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് മനസ്സിൽ തോന്നിയിട്ടല്ല ഈ ആക്രമണം നടത്തിയത്. അവർ സാധാരണ ഗുണ്ടകളാണ്. അവരെ പ്രേരിപ്പിച്ച് ഇയാളെ കൊല്ലാൻ പറഞ്ഞ് വിട്ടു കൊന്നതായിരിക്കാം. അതിനിടയിൽ പിറകിൽ ഗൂഢാലോചന ഉണ്ടായിരിക്കാം. ഇതിനെപ്പോലെ എത്രയും സംഭവങ്ങൾ ഗുജറാത്തിലുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളിവിടെ ഇവിടെ സംഭവങ്ങളില്ലാത്ത സ്ഥലത്ത് സംഭവം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് പ്രധാനമായിട്ട് കാരണമാണ്. അവിടെ പാവപ്പെട്ടവരെ എത്രയോ പേരെ കൊന്നിട്ടുണ്ട്. മുസ്ലിങ്ങളും കൊന്നിട്ടുണ്ട്. മുസ്ലിങ്ങളും ഇങ്ങനെ ധാരാളം ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട്. സാർ അതല്ല സാർ, അതായത് കേരളം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും ഒക്കെ ഒരു 96% ആളുകളും മതേതരത്വം ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷേ കേരളത്തിൽ ഈയിടെ കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ന് സംഘപരിവാർ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഇന്നലെ ഒരു ആക്രമണം കാസർഗോഡ് ജില്ലയിൽ നടന്നു. ഒരു പള്ളിയിൽ, അതായത് ഈ സംഭവം നടന്ന അതേ പള്ളിയിലോട്ട് വീണ്ടും ആക്രമിക്കുന്നു. കാരണം ഇവിടെ ഇങ്ങനെ വേറെ പള്ളിയിലോട്ട് റിഫായിയ എന്ന് പറയുന്ന മറ്റൊരു പള്ളിയിലോട്ട് വന്നിട്ട് വീണ്ടും ആക്രമിക്കും. ഇവിടെ നമ്മൾ കാണപ്പെടുന്നുള്ളത് ഒന്നെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥ, അതല്ലാന്നുണ്ടെങ്കിൽ നിലവിലെ ഈ കേസ് ഒന്നുമല്ലാതായി പോകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഈ ആക്രമകാരികളിലുണ്ട്. അതായിരിക്കുമോ? ഒരിക്കലുമല്ല. കാരണം അത് വർഗീയത ശക്തിപ്പെട്ട് വരികയാണ്. അവർക്ക് എന്ത് കേസ് വരട്ടെ അവർ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വർഗീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. പോലീസ് ഈ കേസിൽ ന്യായമായ അന്വേഷണത്താണ് എൻ്റെ അഭിപ്രായം. കാരണം പോലീസിന് ഈ സംഭവം നടക്കുമെന്നും ഇങ്ങനെയുള്ള കുറേ വർഗീയവാദികളെ ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുമെന്നുള്ള ഇൻ്റലിജൻസ് പിടിക്കാൻ അവർ ഫെയിലിയറായി. അതിനെപ്പറ്റി ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാമായിരുന്നു. അറിഞ്ഞ കാര്യങ്ങളെ നിയന്ത്രിക്കാം. അവർ മനഃപൂർവ്വം അനുവദിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ആ രീതിയിൽ നോക്കിയാൽ ഇത് ശക്തിപ്പെടുന്ന വർഗീയതയ്ക്കെതിരായിട്ട് മതസംഘടനകളിൽ പോലും ഒരു പ്രവർത്തനവും കൗണ്ടർ ആക്ഷൻ ചെയ്യുന്നില്ല. ഇവിടെ ഹിന്ദുക്കളുടെ ഇടയിൽ ശക്തമായ വർഗീയത വന്നിരിക്കുകയാണ്. മുസ്ലിങ്ങൾ വളരെ ശക്തരാണ്, വളരെ സംഘടിതരാണ്, സാഹോദര്യം വളരെ ശക്തമായി പ്രകടിപ്പിക്കുന്നവരാണ്. പല സ്ഥലങ്ങളിൽ ഹിന്ദുക്കളെ ഓടിച്ചു വിട്ട് അവർ വാങ്ങിക്കുകയാണ്. അവർ നമുക്കെതിരാണ്. സ്കൂളുകളിൽ പോലും വർഗീയതയാണ്. സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥികളെ ഹിന്ദു വിദ്യാർത്ഥികളെ അവഗണിക്കുന്നു. ഇങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. സത്യമല്ലായിരിക്കാം, പക്ഷേ ഇത് വലിയൊരു അപകടമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടേ ഇല്ല. നമ്മൾ പേര് വെച്ച് ആരെയും അങ്ങനെ സ്നേഹമില്ല. നമുക്ക് കുറേ പേര് സ്നേഹമാണ്. ഇപ്പോൾ ഈ മറ്റേ അഖില കേസ് ഇതൊക്കെ തന്നെ ഒരു ഉദാഹരണമാണ്. അത് എൻ്റെ അഭിപ്രായം SDPIയുടെ നിലപാട് തെറ്റാണ്. അഖില കേസ് അതിൻ്റേതായ രീതിയിൽ പോകണം. അഖില കേസിനെ അഖില മറ്റേ മുസ്ലിമായി മാറി എന്നൊരു പെൺകുട്ടിയെ പറ്റിയുള്ള അതിനെ രക്ഷിക്കാനായിട്ട് SDPI തുണി നിർത്തുക. ഹാദിയയുടെ വിഷയമല്ലേ? സോറി, അപ്പോൾ തെറ്റിപ്പോയി. ഹാദിയയുടെ കേസിൽ ഹൈക്കോർട്ടിൻ്റെ തീരുമാനം ജഡ്ജ്മെൻറ്റ് 100% തെറ്റാണ്. അത് സുപ്രീം കോടതി വളരെ ശക്തമായിട്ട് പറഞ്ഞു. പക്ഷേ അതിന് പകരമായിട്ട് ഹൈക്കോടതിനെതിരായിട്ട് മാർച്ച് നടത്തുകയില്ലേ? അത് ഇന്ത്യൻ നിയമസംഹിതയ്ക്കെതിരായുള്ള മാർച്ച് പോലെയാണ്. അത് ശരിയല്ല. കാരണം മുസ്ലിങ്ങളുടെ ഇടയിൽ ഈ നമ്മുടെ നിലവിലിരിക്കുന്ന ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, മലയാളത്തിൽ എന്തെന്ന് പറയാം, അതായത് ഈ നിയമവ്യവസ്ഥ നടപ്പാക്കുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് അതിനെതിരായിട്ടൊരു അസംതൃപ്തി ഉണ്ടാക്കുന്നത് വളരെ തെറ്റാണ്. അത് മുസ്ലിങ്ങൾക്ക് വിശ്വാസം നശിക്കും. അങ്ങനെ വിശ്വാസം നശിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷേ മുസ്ലിം രാഷ്ട്രങ്ങളെക്കാളും കൂടുതൽ മുസ്ലിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൂടെ കഴിയാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഞാൻ കൗണ്ടർ ക്വസ്റ്റ്യൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. ഇവിടെ കാസർഗോഡിൽ നിന്ന് 20ഓളം ചെറുപ്പക്കാർ ISIS ചേർന്നു. അതിനെന്ത് ന്യായമാണുള്ളത്? ഇത്രയും കൊലപാതകവും റേപ്പും കണ്ടുകൊണ്ട് നടന്ന സ്ഥലത്തെ സ്വന്തം സഹോദരിമാരെ റേപ്പ് കണ്ടുകൊണ്ടിരുന്ന ചെറുപ്പക്കാരെ എനിക്കറിയാം. അവരെയൊക്കെ ഞങ്ങളങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങളോട് വലിയ സ്നേഹമാണ് അവർക്ക്. അവരാരും ഒരാൾ പോലും ഗുജറാത്തിലെ ഒരാൾ പോലും ISIS ചേർന്നായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇതാണ് വർഗീയ പ്രചരണത്തിൻ്റെ മസ്തിഷ്ക പ്രക്ഷാളനത്തിൻ്റെ ബ്രെയിൻ വാഷിങ്ങിൻ്റെ എഫക്റ്റ്. ഇവിടുത്തെ ചെറുപ്പക്കാർ എന്തിനാ അവിടെ പോകുന്നു? ഇവിടെ എന്ത് കുറവാണുള്ളത്? ISIS ചേർത്തക്കണം. ISIയുടെ ഉദ്ദേശമൊന്നും ലോകം മുഴുവനും ഇസ്ലാമൈസ് ചെയ്ത് ഖലീഫയെ കൊണ്ടുവരുന്നതാണ്. സാർ ഞാൻ ആ ഒരു വിഷയം പറഞ്ഞതുകൊണ്ട് പറയാണ്, നമ്മളുമായി ബന്ധപ്പെടാത്തൊരു വിഷയമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഹൈന്ദവനെ
ഒരിക്കലും എന്ത് ചെയ്യില്ല, അതല്ലെങ്കിൽ ശബരിമലയിൽ മറ്റേ സ്ഫോടനം നടത്താൻ ആഗ്രഹിക്കില്ല മനസ്സുകൊണ്ട് പോലും. സാർ ഒന്ന് ചിന്തിക്കണം സ്വാഭാവികമായിട്ട്. പക്ഷേ ഒരു ISISനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ മുസ്ലിം സമൂഹം മൊത്തം ആരാധിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ ബഹുമാനപൂർവ്വം കാണുന്ന മക്കയിലോട്ട് വരെ മിസൈൽ വിടാൻ പ്രാപ്തരായ ISIS ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല സാർ. പറയുന്നില്ല, പക്ഷേ അത് അവർ മുസ്ലിം ഗ്രൂപ്പാണ്, മുസ്ലിം സംഘടനയാണെന്ന് പറയേണ്ടി വരും. ഐ എം സോറി. അത് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ പറയാൻ ഒക്കില്ല, ബുദ്ധൻ്റെ വചനങ്ങൾ ഉപയോഗിക്കാൻ ഒക്കില്ല. ഞാൻ ഉള്ള നിശ്ചിതമായിട്ട് പറയുന്നതാണ്. അത് മദീന സൂറാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും കൊല്ലാം. ഇവർ മദീന സൂറാസിനെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് ആളുകളെ കൊല്ലുന്നത്. ഇവർ ഭഗവത്ഗീതയെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് പള്ളി പൊളിച്ചത്. അത് വലിയൊരു ഇത് നമ്മളെ ഈ ഇവിടെ മതപരമായ ചർച്ച ചെയ്യുന്ന ഇവിടെ നിയമം നടപ്പാക്കിയാൽ മതിയല്ലോ. പോലീസ് നിയമം നടപ്പാക്കി പോലീസിൻ്റെ ശക്തി കൊണ്ട് ആളുകളെ ശാന്തിയിലേക്ക് ഇരിക്കാൻ ഒക്കില്ല. ജനങ്ങൾ സന്തോഷമായിട്ട് ശാന്തി കഴിയണം. ഇതങ്ങനെയല്ല. പോലീസിനെ നിർത്തി നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ അടുത്ത വീട്ടുകാരനുമായിട്ടുള്ള സമാധാനം പുലർത്താൻ ഒക്കില്ല. എത്ര കാലം നിർത്തും അത്? സീരിയസ്ലി ശരി. സാറ് ഇവിടെ വന്നപാട് തന്നെ SP പോയി കണ്ടു, ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്ന് പറയും. അതിനെക്കുറിച്ച് അദ്ദേഹം ഞാൻ മനസ്സിലാക്കി, അതേ ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കിയ കേസ് പേപ്പർ ഞാൻ വാങ്ങിച്ച് നോക്കുന്നത് ശരിയല്ല. ഞാനൊരു റിട്ടയർഡ് അവരുടെ സാധാരണ മരണപ്പാടാണ്. അവരുടെ ന്യായമായിട്ടുള്ള എല്ലാ നടപടി എടുത്തെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അവരെ പറ്റി പരാതി പറയാനില്ല. 2, ഈ മറ്റേ അൺലാഫുൾ ആക്ടിവിറ്റീസ് ആക്ടിൻ്റെ അത് സെക്ഷൻ ഇവിടെ പ്രയോഗിക്കാനൊക്കില്ല. കാരണം അവർ പറഞ്ഞത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മുമ്പത്തെ 2 കേസുകളിൽ അവർ ആ സെക്ഷൻ ഇട്ടു നോക്കി. ആ സെക്ഷൻ അവിടെ ആപ്ലിക്കബിൾ അല്ല, പ്രസക്തമല്ലെന്ന് പറഞ്ഞിട്ട് ഹൈക്കോർട്ട് അവർക്കെതിരായിട്ടുള്ള സ്ട്രിക്ചേഴ്സ്, അതായത് അഭിപ്രായങ്ങൾ പ്രകടനം നടത്തി. അപ്പോൾ ഇനി ആ നടപടി നടത്തുന്നൊരു കാര്യമല്ല. ഹൈക്കോർട്ട് പറയുന്ന കഴിഞ്ഞ തവണ ഞങ്ങൾ പറഞ്ഞല്ലോ ഈ സെക്ഷൻ ഇതിൽ ആപ്ലിക്കബിൾ അല്ല എന്ന്. ഈ സെക്ഷൻ ഒരു പക്ഷേ ആപ്ലിക്കബിൾ അല്ലായിരിക്കാം. അതായത് കമ്മ്യൂണൽ റൈറ്റിൻ്റെ ഒരു സിറ്റുവേഷനാണിത്. ഇത് വർഗീയതയാണ്. മറ്റത് ഭീകരവാദത്തിൻ്റേതായ ഒരു അന്തരീക്ഷത്തിൽ നടന്ന സംഭവത്തിനെ ആ സെക്ഷൻ ആപ്ലിക്കബിൾ ആവും. ഇതാണ് വളരെ നന്ദി. നമ്മോടൊപ്പം ഇന്ന് പബ്ലിക് കേരളയുടെ ടോക്ക് ടൈമിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് RB ശ്രീകുമാറാണ്. എന്തായാലും വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിയാസ് മൗലവി കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 1 വർഷം തികയാൻ വേണ്ടി പോവുകയാണ്. ക്യാമറമാൻ അഷ്റഫ് അണങ്കൂരിനോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള .in.